അതെ, സി അബ്സോർബ് ചെയ്യാൻ ഡി വേണം. സി വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ആണല്ലോ. സി വാട്ടർ സോലുബിൾ അല്ലേ? വൈറ്റമിൻ ബി കോംപ്ലക്സും സിയും ജലത്തിൽ അലിഞ്ഞു ചേരുന്ന വൈറ്റമിൻ, അതിന്റെ ആകിരണ രീതി വേറെയാണ്. അതേസമയത്ത് വൈറ്റമിൻ എ, ഇ, കെ, ഡി ഇത് മൂന്നും മറ്റു രീതിയിലാണ്. കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ വൈറ്റമിൻ ഡി ആവശ്യമുണ്ട്, അങ്ങനെയാണ് എഴുതുന്നത്. വൈറ്റമിൻ സി, ഡി അങ്ങനെ ബന്ധമില്ലല്ലോ. വൈറ്റമിൻ സി വാട്ടർ സോൾ വൈറ്റമിൻ ആണ്, വൈറ്റമിൻ ബി കോംപ്ലക്സും സിയും. അതേസമയത്ത് വൈറ്റമിൻ ഡിയും കെയും എയും ഇയും ഇതൊക്കെ പിന്നെ എണ്ണയിൽ അലിയിക്കുന്നത് ഫാറ്റ് സോൾബിൾ ആണ്. അതിന്റെ രീതിയെ വേറെയാണ്. ഇതൊന്നും സാധിക്കാൻ പറ്റില്ലല്ലോ. അത് അതിന്റെ ട്രാക്കേ വേറെയാണ്. രണ്ടാണ്. പക്ഷേ അതേസമയത്ത് നമ്മള് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മളെ അന്നജം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസം, ഗ്ലൂക്കോസിന്റെ ചയാപചയ പ്രക്രിയയിൽ പ്രധാനപ്പെട്ട റോളുണ്ട് നമ്മളെ B2 വൈറ്റമിൻ, തൈമിൻ വൈറ്റമിൻ. അതുകൊണ്ടാണ് നമ്മള് ഈ വൈറ്റമിന്റെ ആവശ്യം പോലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോട് ചേർന്നിരിക്കുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണത്തിന്റെ കൂടെ ഒരളവിൽ വൈറ്റമിൻസ് കിട്ടുന്നുണ്ട് നമുക്ക്. പക്ഷെ അത് പാകം ചെയ്യുന്ന രീതി ശരിയായിരിക്കുന്നത് മാത്രം. അതാണ് നമ്മളിപ്പോ അരി ആഗിരണം ചെയ്യാൻ എന്ത് വേണം? വൈറ്റമിൻസിന്റെ ആവശ്യമുണ്ട്. അരിയുടെ മെറ്റബോളിസത്തിന്, നമ്മുടെ ആ ചോറിന്റെ അന്നജത്തിന്റെ മെറ്റബോളിസത്തിന് നമുക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സ് ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ കൂടെ വൈറ്റമിൻസ് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പാകം ചെയ്ത് ഈ ഭക്ഷണത്തെ ഗുണമേന്മ കുറക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ആ പ്രശ്നം വരുന്നത്. അപ്പൊ ജഗത്തില് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന ഒരേ ഒരു ജന്തുവാണ് മനുഷ്യൻ. സർവ്വജീവികളും ഭക്ഷണത്തെ തത്സ്വരൂപത്തിൽ സ്വീകരിക്കല് ചെയ്യുന്നത്. നമ്മൾ മാത്രമാണ് പാകം ചെയ്യുന്നത്. ഈ പാകം ചെയ്യുന്ന പ്രക്രിയയിൽ പലപ്പോഴും ചില ഭക്ഷ്യഘടകങ്ങളിൽ നമ്മൾ കൂടുതൽ ആഗിരണ സാധ്യത കൂടുതലുണ്ടെങ്കിൽ പോലും പല ദോഷങ്ങളും അതിനോടൊപ്പം കൂടെ കിട്ടുന്നുണ്ട്. ഒന്ന്, നമ്മുടെ വിലയേറിയ പല ഭക്ഷണം ജീവികൾ നശിച്ചു പോകുന്നുണ്ട് ചൂട് കൊണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചില ചൂട് കൊണ്ട് ചില കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പരമാവധി ഈ പച്ചക്കറി കൂടുതൽ വേവിച്ച് അടിച്ചു കളയും. ഉദാഹരണത്തിന് നമ്മൾ സാമ്പാർ വേവിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ചേന, പരിപ്പ് ഇത് അല്പം ഒരു 10-5 മിനിറ്റ് വേവണം. ബാക്കി നമ്മളെ പാവക്ക, പിന്നെ കൈപ്പക്ക പോലെയൊക്കെ ഒരു 5-10 മിനിറ്റ്. വെണ്ടക്കയും തക്കാളി ഇട്ട് വേവിക്കാനേ പാടില്ല. അടുപ്പത്ത് വാങ്ങി വെക്കുമ്പോൾ ഇട്ട് അത് മൂടി വെച്ചേക്കാം. പിന്നെ അത് വേവിക്കാൻ പാടില്ല, ഇട്ട് വേവിക്കാൻ പാടില്ല. ചുരുക്കത്തിൽ ഈ നമ്മള് സാമ്പാറിൽ ഒരു കഷ്ണത്തിന്റെയും മുറിച്ചിടുമ്പോൾ ഏതാണ് രൂപം അതേ രൂപം ഇരിക്കണം കറിയിൽ. അത് നമ്മൾ പലപ്പോഴും നമ്മൾ സാമ്പാർ എല്ലാ കഷ്ണവും കൂടി മിക്സായി അതിനകത്ത് ഒരു വേറെ അങ്ങനെയൊക്കെ ആവുക, വഴുവഴുപ്പൊക്കെ ആയി പുഴുക്ക് പോലെ ആയിരുന്നു. ഇത് ഒഴിവാക്കണം. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. വൈറ്റമിൻ ഡിന്റെ ഒരു കാര്യം പറയാനുള്ളത്, വൈറ്റമിൻ ഡി നമ്മുടെ നാട്ടില് ഇപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി കൂടിക്കൊണ്ടിരിക്കുക. ഒരു കാരണം നമ്മുടെ വെയിൽ കൊള്ളുന്നില്ല തന്നെയാണ്. പിന്നെ ഭക്ഷണത്തിലെ പ്രശ്നമായിരിക്കാം. പണ്ടൊക്കെ അത് അത്ര പിന്നെ കാര്യമായിരുന്നില്ല. ഇപ്പം വൈറ്റമിൻ ഡിന്റെ അഭാവം ഉണ്ടാകുന്ന എല്ല് സംബന്ധ അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അറബ് സമൂഹത്തിൽ ആ വെയിൽ പണ്ടുള്ള അറബികൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവർക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരിപ്പോഴും ജനാല് പോയില്ലാത്ത വീട്ടിൽ അവർ നിൽക്കണേ, വെയിലേ കൊള്ളുന്നില്ല. ഡോക്ടറെ, ഈ നമ്മുടെ തവിടുള്ള അരിയില്ലേ, തവിടുള്ള, അതാണ് മുമ്പ് കാലത്ത് കഴിച്ചിരുന്നത്. ഇപ്പൊ അത് കഴിക്കുന്നില്ല. അപ്പൊ അതിന്റെ പ്രാധാന്യം, അതേപോലെ ഈ സാലഡുകളില്ലേ നമ്മുടെ കക്കിരി, അതിന്റെ പ്രാധാന്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് സാലഡ് ഞാൻ പറഞ്ഞില്ലേ, പച്ചക്കറി, നമ്മളെ ഈ ഫൈബർ, നല്ല ശൗചത്തിന് പച്ചക്കറി, നല്ല പച്ചക്കറി കഴിച്ചിട്ട് മിതമായ അധ്വാനമുള്ള മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കൽ പോലും മലബന്ധം ഉണ്ടാവില്ല. ഈ തവിടരി എന്ന് പറഞ്ഞ് നമ്മുടെ കേരളീയര് കഴിച്ചുകൊണ്ടിരുന്ന അരിയാണത്. നമ്മള് പണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ എല്ലാ ഗ്രാമത്തിലും വയലുണ്ടായിരുന്നു, കൃഷി ഉണ്ടായിരുന്നു. നമ്മൾ വിളയിച്ച നെല്ലാണ് നമ്മൾ അരിയാക്കി ആഹാരം കഴിച്ചിരുന്നത്. ഇന്ന് വയനാട്ടിൽ പല വീട്ടിലും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ നാട്ടിലിപ്പം ഈ പ്ലെയിൻസിൽ അരി കിട്ടാനില്ല. നമ്മൾ അങ്ങനെ കുത്തി അരി വെക്കുന്നത്, വെള്ളരി ആർക്ക് വേണ്ടു? തവിടരി എന്ന് പറയുമ്പോൾ അത് പോഷക സമ്പന്നമാണ്. അത് വൈറ്റമിൻ ബി കോംപ്ലക്സ് സമ്പന്നമായ ഒരു കലവറയാണത്. അത് നമ്മൾ വേവിച്ച് അത് കുത്തിക്കളയുമ്പോൾ അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പറഞ്ഞൊരു കാര്യം, തവിടെണ്ണ എന്ന രീതിയിൽ ഒരു പ്രചാരണമുണ്ട് നമ്മുടെ നാട്ടില്. തവിടെണ്ണ എന്ന് പറഞ്ഞിട്ട് അരിയിൽ എത്ര ഓയിൽ ഉണ്ടാവും?
അരിയുടെ ഈ കുത്തിക്കളയും തവിടില് നമ്മുടെ നാട്ടിൽ വിൽക്കപ്പെടുന്ന തവിടെണ്ണ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ അരി വെച്ച് പിടിപ്പിച്ചാല് അല്ല നെല്ല് വിളയിച്ചാൽ അതിൽ കിട്ടില്ല. ഇവർക്ക് തവിടെണ്ണ കിട്ടുന്നത് അത് വേറെ എന്തോ കൃത്രിമമായ സംഭവമാണ്. ആള് പറ്റിക്കപ്പെടുകയാണ്. അപ്പൊ സാലഡ് നമ്മള് കക്കിരികളോ തക്കാളിയോ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മളെക്കാൾ മാംസം കഴിക്കുന്ന വിഭാഗമാണ് അറബ് ജനത. അവർ പക്ഷെ നിർബന്ധമായി അവര് കഴിച്ചിരിക്കും. ധാരാളം ഇലയുടെ സാലഡ് കഴിക്കുന്നതാണ്. അവരുടെ ഭക്ഷണത്തിലുണ്ട്. ഗൾഫിൽ പോയവർക്ക് അറിയാം. നമ്മള് കേരളീയർ കുഴപ്പമെന്ന് വെച്ചാൽ അവര് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നേ ഇല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കല്യാണ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉപ്പേരി നമ്മളെ വളരെ വളരെ കുറച്ചാ കൊടുക്കുക. നമ്മൾ ഒരു ഉരുള ചോറിന് അത്ര തന്നെ അളവില് പച്ചക്കറികളും അതുപോലെയുള്ള 4 പേര് ഭക്ഷണം കഴിച്ചിരിക്കണം. എങ്കിലേ നല്ല ശോധന നടക്കൂ. നല്ല ശോധന എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. ഇപ്പൊ കുട്ടികൾക്ക് പോലും ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുട്ടികള് നോക്കിയിട്ടുണ്ടാകും. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മളൊരു 3 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് ഈ ടോയ്ലറ്റ് ട്രെയിനിങ്, ശൗചത്തിന്റെ നിയന്ത്രണം, അത് കുട്ടിക്ക് എപ്പം വയറ്റിന് പോകണം, രാവിലെ വയറ്റിന് പോകുന്ന ശീലം ഉണ്ടാക്കണം. അപ്പൊ ശൗചത്തിന്റെ ട്രെയിനിങ് ഇല്ലാത്തൊരു കുട്ടിക്ക് സ്കൂളിൽ പോയാൽ ശ്രദ്ധ കുറഞ്ഞു പോകും. അത് അപ്പൊ കുട്ടിക്ക് ആ സമയത്ത് ഇങ്ങനെ മലാശയത്തിൽ മലമൺ നിറയുകയും ഇടക്കിടെ കയ്യിൽ ഇപ്പം ദുർഗന്ധം വഹിക്കുകയും ചെയ്യുമ്പോൾ കുട്ടിക്ക് ശ്രദ്ധ മാറിപ്പോവും, അവർഷബോധം വരും, കുട്ടിയുടെ വ്യക്തിത്വ വികാസം പോലും തടസ്സപ്പെട്ടു. അപ്പൊ ശൗചത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പല ത്വക്ക് രോഗികളോട് ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്കൊക്കെ ശോധന കുറവാണ്. നിത്യശോധനയുള്ള ഒരു മനുഷ്യന് ഒരുപാട് അസുഖങ്ങൾ വ്യത്യാസമുണ്ട്. ഇപ്പൊ ആയുർവേദത്തിന്റെ അടിസ്ഥാനത്തിലെ ചികിത്സ വന്ന പഞ്ചകർമ്മത്തിലാണ് ഈ ശൗചം, മറ്റേ വിരേചനം, വയറിളക്കുക. ഞാനത് പിന്നീട് മനസ്സിലാക്കി, വിരേചനം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെ ശരീരത്തിന്റെ ഉള്ളിലുള്ള നമ്മുടെ അന്നപദത്തിന്റെ പ്രതലം നമ്മുടെ മൊത്തം ശരീരത്തിന്റെ അത്രയും വലിപ്പമുണ്ട്. അപ്പൊ അത്രയും സർഫസിലൂടെ ഒരുപാട് മാലിന്യങ്ങളെ പുറന്തള്ളാനുള്ള വഴിയാണ് നിത്യശോധന. അപ്പൊ ശോധന കുറയുമ്പോ ഇതെല്ലാം കെട്ടിക്കിടക്കും. അത് ശരിയാണത്. മാംസാഹാരം മാത്രം കഴിക്കുമ്പോ ഈ ശോധന കുറഞ്ഞു പോകും. അതുകൊണ്ട് പച്ചക്കറി ഞങ്ങൾ കഴിക്കണം പറഞ്ഞു. അത് സാലഡായാലും കുഴപ്പമില്ല, എന്താ പഴങ്ങളായാലും കുഴപ്പമില്ല. പക്ഷെ പച്ചക്കറി കൂടുതൽ വേവിച്ച് കളയരുത്, വെന്ത് പോരുത് എന്ന് മാത്രമാണ് അതിപ്പറ്റി പറയാനുള്ളത്. ഡോക്ടർ, ഈ പച്ചക്കറി കഴിക്കുമ്പോ തക്കാളി കഴിക്കുന്ന സമയത്ത് അതിൽ കാൽഷ്യം കൂടുതലാണ്, അതിന്റെ തൊലിയിലാണ്, അല്ല അതിന്റെ മോൾ ഭാഗത്താണെന്നൊക്കെ പറയുന്നേക്കാം. അത് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ഈ നമ്മുടെ മൂത്രത്തിലെ കല്ല് അത് കൂടുതൽ ഉണ്ടാവാൻ, ആ ഒരു ടെൻഡൻസി ഉള്ള ബോഡിക്ക് അത് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അത് അതില് മൂത്രക്കല്ല് ശരിക്കും ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാല്, മൂത്രക്കല്ലിന് 2 തരം കല്ലുണ്ട്. ഒന്ന് കാൽഷ്യം യൂറേറ്റ് സ്റ്റോൺസും ഒന്ന് ഓക്സലേറ്റ് കല്ലും. ഓക്സലേറ്റിനെതിരും യൂറേറ്റും. സാധാരണ നമ്മുടെ നാട്ടിലെ മൂത്രക്കല്ല് വെച്ചാല് ഓക്സലേറ്റ് സ്റ്റോൺസ് ഉണ്ട്. ഓക്സലേറ്റ് പച്ചക്കറിയിലുണ്ട്. പക്ഷെ നല്ലവണ്ണം വെള്ളം കുടിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സ്റ്റോൺ ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാരണം, അമ്ലരസം കൂടുതൽ കഴിക്കുന്ന കൂട്ടർക്ക് അമ്ലരസം കൂടുതൽ കഴിക്കുക. ഉദാഹരണമായിട്ട് പുളിച്ച തൈര്, മോര്, പച്ചടി, ചെറുനാരങ്ങ, അച്ചാർ, അച്ചാർ, പുളിച്ച തക്കാളി, സാധാ തക്കാളി, പുളിച്ച തക്കാളി, പുളി, ഈ പുളിപ്പ് കൂടുതൽ കഴിക്കുമ്പോൾ സ്റ്റോണിന് സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ രക്തത്തിന്റെ pH വാല്യൂ 7.33 to 7.34 ആണ്. അപ്പൊ നമ്മൾ 7.3 pH താണു പോയാൽ കഴിഞ്ഞാൽ നമ്മുടെ സുപ്രധാനമായ പല ജൈവ തന്മാത്രകൾക്കും പ്രവർത്തനക്ഷമത കുറഞ്ഞു പോകും. അപ്പൊ ശരീരത്തിന്റെ ഈ pH വാല്യൂ നിലനിർത്തേണ്ടത് നമ്മുടെ സർവ്വകോശങ്ങളുടെയും അതിജീവനത്തിന്റെ ഭാഗം. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ പുളിപ്പ് കഴിച്ച് ഈ പുളിപ്പിന് അത്രയും ശരീരം ബഫർ ചെയ്ത് യൂറിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ മൂത്രം കൂടുതൽ അസിഡിക് ആവും. അസിഡിക്കായ യൂറിനില് ഓൾറെഡി നമ്മൾ കഴിച്ച ഓക്സലേറ്റ് ലവണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉറഞ്ഞ് കട്ടയായിട്ട് രൂപപ്പെടും. അതാണ് കല്ലായിട്ട് മാറുന്നത്. അതിന്റെ കൂടെ വെള്ളം കൂടി കുറവാണെങ്കിൽ അത് വേഗം ഘനീഭവിച്ച് കട്ടയായി മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടേ,
അമ്ലരസമുള്ള ഭക്ഷണം ഒഴിവാക്കുക. അത് പുളിച്ച അധികം പഴുക്കാത്ത തക്കാളിക്ക് പ്രശ്നമില്ല. തക്കാളി തുകല്ലോ ആണെന്നുള്ളത് അതൊന്നും നോക്കേണ്ട ആവശ്യം. നിങ്ങൾ തക്കാളി ഒരു കുഴപ്പമൊന്നുമില്ല. തക്കാളിയായിട്ട് അങ്ങനെ കൊച്ചോട്ടൊന്നുമില്ല. അതിനെക്കാട്ട് ഓക്സിഡേറ്റ് ഇലക്കറികൾ ഉണ്ടാവും. പക്ഷെ പ്രശ്നം ഇതാണ്, പുളിപ്പ് കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കുക, അത് ശ്രദ്ധിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. ഈ രണ്ട് ശീലിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും കല്ലുണ്ടാകും. അതുകൊണ്ടാണ് ഈ കല്ല് വന്നവർക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. കാരണം അടിസ്ഥാനപരമായി കല്ല് വരാൻ ഒരു ശീലം, ഭക്ഷണത്തെ ശീലം അവരുണ്ടാവും. ആ ശീലം ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുകയില്ല, അവ മാറ്റുകയില്ല. ഇവിടെയാ പ്രശ്നം വരുന്നത്. അപ്പൊ അമ്ലരസ പ്രാധാന്യമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ആ മൂത്രത്തിന്റെ അമ്ലത്വം കൂടുകയും ആ അമ്ലരസത്തില് അവന്റെ ഉള്ളിലുള്ള ഓക്സലേറ്റ് ഘനീഭവിച്ച് കല്ലായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ ചികിത്സ കാണാം, നമ്മൾ മൂത്രത്തെ ക്ഷാരമാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നാ കൊടുക്കുക. ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഒക്കെ കൊടുക്കും. അപ്പൊ അതങ്ങോട്ട് നിർവിനമാക്കും ആസിഡിനെ. അങ്ങനെയാണ് ആ കല്ലിൽ അലിച്ചു കളയുന്നത്. ഇപ്പൊ നമ്മൾ സോപ്പ് നിരന്തരം കഴുകിക്കൊണ്ട് സോപ്പ് ചെറുതായി വരുന്നില്ലേ, അതുപോലെ ഈ കല്ല് രൂപിട്ട് കഴിഞ്ഞാല് ക്ഷാരരസമുള്ള ഭക്ഷണം കഴിച്ചാൽ ഈ മൂത്രം അതുവഴിയുള്ള മൂത്രം പോകുമ്പോൾ ഈ കല്ല് ചുരുങ്ങി വരും, പുറത്തുള്ള ചെയ്യും. അതാണ് അതിന്റെ രീതി. തക്കാളിന്റെ തോലിൽ അങ്ങനെ ഒരു പട്ടമൊന്നുമില്ല. പക്ഷെ തക്കാളി അധികം പഴുത്ത തക്കാളിയും അതിൽ ഈ പഴങ്ങൾ പോലും കൂടുതൽ പഴിക്കരുത്. ഇപ്പം ആചാര്യന്മാർ പറയാറുണ്ട്, പഴത്തിന് 3 ഭാഗമുണ്ട്: പശുപ്പാകം, പക്ഷിപ്പാകം, ഈച്ചപ്പാകം. പശു എന്ന ഭാഗം, പിന്നെ പക്ഷി എന്ന ഭാഗം. പക്ഷി എന്ന ഭാഗമാണ് മനുഷ്യർ കഴിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഈച്ച പ്രാണികൾ കഴിക്കാനാണ് നമ്മൾ കഴിക്കുന്നത്. അത് രസമല്ല. പശു പച്ച കഴിക്കും, പക്ഷികൾ പഴുത്ത് വരുന്ന കഴിക്കും. അതാണ് നമ്മൾ കഴിക്കേണ്ട പാകം. പഴങ്ങളുടെ അധികം പഴുത്തടിച്ച പഴം നമ്മൾ കഴിക്കരുത്. തക്കാളി അധികം പഴുത്തത് കഴിക്കാൻ പാടില്ല. അത്രേ ഉള്ളൂ. അത് അധികം കഴിക്കാം. അത്രേ ഉള്ളൂ. അങ്ങനെ കഴിച്ചാലും നല്ലവണ്ണം വെള്ളം കുടിച്ചാൽ മതി. അതേ ഉള്ളൂ. തക്കാളിക്ക് വേറൊരു ഗുണമുണ്ടല്ലോ, ഈ പ്രോസ്റ്റേറ്റിനെ തടയാന്നുള്ള ഒരുപാട്. പൊതുവെ എല്ലാ വിത്തുകൾ ചവച്ചരച്ചേക്ക് എല്ലാ പച്ചക്കറി വിത്തുകൾ, ഈ വിത്തിലൊക്കെ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. എല്ലാ വിത്തും, നമ്മളെ മത്തന്റെ വിത്ത് മുതൽ എല്ലാറ്റിന്റെ വിത്തും നമ്മൾ അറിയേണ്ട എല്ലാ വിത്തും നമ്മൾ നല്ല വറുത്ത് ചവച്ചരച്ച് കഴിച്ചാൽ ഒരുപാട് ഗുണം, ആന്റി ഓക്സിഡന്റ് ഉണ്ട് ഇഷ്ടം പോലെ. അതാണ് ഈ പച്ച. എന്തോ ചോദിച്ചോ? ഞാൻ ചോദിച്ചത് ഈ പച്ചക്കറിയെല്ലാം വേവിക്കാണ്ട് കഴിക്കുമ്പോ പിന്നെ അതിലെ സെല്ലോസ് വേവിപ്പിക്കാനുള്ള കഴിവ് ഇല്ല. സെല്ലോസ് ദഹിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. സെല്ലോസ് വേവിച്ചാലും വേവിച്ചില്ലെങ്കിലും ദഹിക്കില്ലല്ലോ. സെല്ലുലോസ് ദഹിപ്പിക്കാനുള്ള ദഹനരസം നമുക്കില്ല. സെല്ലോസ് വേവിച്ചാലും ദഹിക്കില്ല, വേവിച്ചില്ലെങ്കിലും ദഹിക്കില്ലല്ലോ. നമ്മൾ പച്ചക്കറി കഴിക്കുന്ന സെല്ലോസ് ദഹിപ്പിക്കാനല്ല, പച്ചക്കറിയിൽ സഹജമായിരിക്കുന്ന ജീവകങ്ങൾ, ലവണങ്ങൾ, അതാണ് ഉദ്ദേശം. രണ്ടാമത് അതിലുള്ള നാരുകൾ നമുക്ക് നല്ല ശോധനക്ക് ഗുണം ചെയ്യാം. അതാണ് ഉദ്ദേശം. ഓക്കെ, അതാണ്. ചോദ്യം. അപ്പൊ ഞാനീ പറഞ്ഞ കാര്യങ്ങള് നിങ്ങളെ വീടുകളിലെ സ്ത്രീകളോട് പറയാം, അമ്മമാരോടും ഭാര്യമാരോടും പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. കാരണം അവര് അറിയുമ്പോൾ മാത്രമേ ഈ അറിവ് നമ്മൾ സമൂഹത്തിൽ ലഭിക്കും. എന്തോ ഡോക്ടർ, ഇപ്പൊ ജെൻഡർ ഈക്വാലിറ്റിന്റെ കാലാണ്, അപ്പൊ എല്ലാവരും ഭക്ഷണം വെക്കണല്ലോ. അല്ല, അത് വേറെ കാര്യം. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു വന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോഴെത്താലും ഇത് അടുക്കള കൈകാര്യം സ്ത്രീകളാണല്ലോ. നമ്മളെ കാര്യം അവരാണ് അറിയുക. കാരണം നമ്മൾ എന്ത് കഴിഞ്ഞാൽ നമ്മൾ അറിവുണ്ടല്ലോ, നമ്മൾ അറിവ് ഒരു സമൂഹത്തിന് ഗുണം കിട്ടുന്നത് ടു ലേഡീസാണ്. അതുകൊണ്ടാണ് വിമൻ ലിറ്ററസി ആണ് ഇമ്പോർട്ടന്റ്. സ്ത്രീ സാക്ഷരരാകുമ്പോൾ മാത്രം സമൂഹം മുന്നോട്ട് പോകൂ. നമ്മുടെ ഭാരതത്തിന്റെ അവസ്ഥ അത് തന്നെയാണ്. നമ്മുടെ സ്ത്രീകളെ എന്ന് തുല്യതയും അവർക്ക് അംഗീകാരവും അവർക്ക് ഒന്നാം സ്ഥാനം അപ്പോഴേ മുന്നോട്ട് പോകും. നമ്മൾ പിറകോട്ട് പോകും. കാരണം എന്താ? നമ്മുടെ സ്ത്രീകൾ പിറകിലായ കൊണ്ടാ. അതേപോലെ വ്യായാമത്തിനും പ്രാധാന്യം. നമ്മുടെ ഈ നാട്ടിൽ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും പക്വത എത്തിക്കഴിഞ്ഞു, പ്രായമായി എന്നുള്ളൊരു തോന്നലാണ് ഇന്ത്യൻ സമൂഹം പൊതുവെ. നടത്തല്ലേ, എറോബിക് എക്സസൈസ് അല്ലേ കൂടുതൽ നല്ലതല്ലേ? അതെ, നമ്മൾ നീന്തം, നടത്തം നിത്യം ദിവസം ആഴ്ചക്ക് ഒരു 4 ദിവസങ്ങൾ നമ്മൾ ഒരു മണിക്കൂർ അധ്വാനിക്കണം.
ആഴ്ചക്ക് ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും 1 മണിക്കൂറെങ്കിലും അധ്വാനിക്കണം. ചുരുങ്ങിയത് ഏറ്റവും ഇത് ഏതൊരു മനുഷ്യന് ആവശ്യമാണ്. നമ്മുടെ നാട്ടിലിപ്പം പല ഈ വൈറ്റ് കോളർ ജോലി ചെയ്ത പലർക്കും ഒരു അസുഖം, ഹാർട്ടിന്റെയോ ശ്വാസകോശ അസുഖം അതിന്റെ പരാകാശം എത്തിയാലേ തിരിച്ചറിയുന്നുള്ളൂ. ഇപ്പം ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയ ഒരു അധ്യാപകന ഒരു എഞ്ചിനീയർക്ക് വേഗം തിരിച്ചറിയാൻ പറ്റും, അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും പ്രശ്നമുണ്ട്. അതേ സമയത്ത് നമ്മളെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കൂലി വേലക്കാരനെ മനസ്സിലാവില്ല. അതേ സമയത്ത് ശ്വാസകോശത്തിനോ ഹൃദയത്തിനോ പേശിക്കോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതൊരു കൂലിപ്പണിയെടുക്കുന്ന ആൾക്ക് പെട്ടെന്ന് തിരിച്ചറിയും. ആ അസുഖം ഒരു എക്സിക്യൂട്ടീവ് ജോലി ചെയ്ത ആൾക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മള് എന്ത് ജോലി ശാരീരികമായ ക്ഷമത ഏതൊരു മനുഷ്യ ആവശ്യമാണ്. നമ്മൾ പല ആളും ഇപ്പം ഒരു കുഴപ്പമില്ലാതെ കുഴഞ്ഞു പിടിച്ച് മരിക്കുന്നതുകൊണ്ട് ഹാർട്ടിന്റെ അസുഖം അങ്ങനെ അറ്റത്തിരും അപ്പോഴേ തിരിയും. നമ്മൾ അധ്വാനിക്കുമ്പോൾ എന്തോ ഒരു ഏജ് കഴിഞ്ഞ് നമ്മുടെ ഒരു ഹെൽത്ത് ചെക്കപ്പ് പറയാറുണ്ട്. MD ഡോക്ടർ വടകരയുള്ള ആള് പറഞ്ഞതാണ്. ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റൊട്ടീനായിട്ട് ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു ഗുണമുണ്ടോ? അത് നമ്മൾ നിരന്തരമായി അധ്വാനിക്കുന്ന മനുഷ്യൻ, നല്ല അധ്വാനം, നല്ല ഉറക്കം, നല്ല വിശപ്പുണ്ടാകുക, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുടുംബത്തിൽ അങ്ങനെ ഹാർട്ടിന്റെയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അസുഖം ഇല്ലാത്ത അവസ്ഥ അങ്ങനെ ആക്കാൻ ആവശ്യമില്ല. നമ്മുടെ ഫാമിലിയിൽ ഹൃദയ സംബന്ധമായ അസുഖമോ പ്രഷറോ പ്രമേഹമോ ഉണ്ടെങ്കിൽ നിശ്ചയമായും നമ്മൾ ഓരോരോ കൊല്ലം അറ്റ്ലീസ്റ്റ് ഒന്ന് ബ്ലഡ് ഷുഗറും ഒന്ന് കൊളസ്ട്രോളും ഒന്ന് വല്ലപ്പോഴും ഈസി എടുത്തു നല്ലതാണ്. എല്ലാവർക്കും അത് ബാധകമല്ല. ഇപ്പൊ നിരന്തരമായി അധ്വാനിക്കുന്ന ആള് ഫിറ്റാണ്, അയാൾക്ക് ഒരു പ്രശ്നമില്ല, നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മള്. പിന്നെ വേറെ ഒരു ചോദ്യം കൂടി. അപ്പൊ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ക്യാൻസർ ആണ്. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ ഏർലി ഡിറ്റക്ഷൻ, ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഏർപ്പെടുന്നു. അപ്പൊ അതിന്റെ ഒരു സാധ്യത ഈ സമൂഹത്തിൽ ഇല്ല ശരിക്കും? അങ്ങനെ ചെയ്യേണ്ടതല്ലേ? അത് വളരെ ശരിയാണ്. ഇപ്പൊ സുശീല പറഞ്ഞത് അത് ഓരോ ക്യാൻസറിനും ഓരോ മാർക്കർ ഉണ്ട്. വേറെ മറ്റു പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ PSA എന്നൊരു എൻസൈം ഉണ്ട്, അത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ, അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് കൂടും. CEA കാർസിനോ എംബ്രിയോണിക് ക്യാൻസർ, അത് നമ്മുടെ വൻകുടൽ ക്യാൻസറിന് കൂടും. ഇങ്ങനെ ഓരോ ക്യാൻസറിനും ഓരോ ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. അത് ചെയ്യാം. ഓക്കെ, എത്ര എണ്ണം നമ്മൾ ചെയ്യാം? നമ്മൾ എപ്പോഴും ചെയ്യണത് നമുക്ക് ഒരു മനുഷ്യന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ? അപ്പം ഞാൻ ഇപ്പൊ കുടുംബത്തിൽ ഇപ്പൊ എന്തെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഫാമിലി കാണാം, പിന്നെ കോളനിക് ക്യാൻസർ ഫാമിലി കാണാം. അങ്ങനെ എന്തെങ്കിലും ജെനറ്റിക്കൽ സാധ്യതയുള്ള കൂട്ടർ അല്ലെങ്കിൽ ശീലം കൊണ്ട് സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അസുഖത്തിനെ ഫോക്കസ് ചെയ്ത് ചെയ്യാം. അതാണ് വഴി. എല്ലാവർക്കും എല്ലാ ക്യാൻസറും സ്ക്രീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു സാധ്യത നമ്മൾ മനസ്സിൽ കാണണം. ഇപ്പൊ ഫാമിലിയിലെ കുടുംബത്തിൽ എന്തെങ്കിലും അസുഖം അടിക്കടി വരിക, അപ്പൊ അങ്ങനെ ചില ക്യാൻസറുകൾ ചില ഫാമിലി കൂടുതൽ കണ്ടുവരുന്നു. അങ്ങപ്പോ അതിനുവേണ്ടി ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും എല്ലാ ക്യാൻസറും സ്ക്രീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ മാംസം മാത്രം കഴിക്കുന്ന ഒരാള് അവർക്ക് ക്യാൻസർ, കൊളോൺ ക്യാൻസറിന് സാധ്യതയുണ്ട്. ഇപ്പൊ ശോധന കുറഞ്ഞു പോയ ഒരാള് നോക്കുന്നത് നല്ലതാണ്. അതങ്ങനെയാണ് വരുന്നത്. ഓരോ പേഷ്യന്റ്, ഓരോ രോഗിയും ഓരോ ഇൻഡിവിജ്വലാണ്, അവർക്ക് ഓരോ സാധ്യതയുണ്ട്. അപ്പൊ ഓരോ കോൺടെസ്റ്റ് ആണ് തീരുമാനിക്കുന്നത്. എല്ലാവർക്കും എല്ലാ പാരാമീറ്റേഴ്സും ബാധകമല്ലല്ലോ. അങ്ങനെ വരുന്നത് മനസ്സിലായില്ലേ? അതെ, ആന്റി ഓക്സിഡന്റ് ഭയങ്കര. നമ്മൾ സാധാരണ വൈറ്റമിൻസ് നമ്മളിങ്ങനെ കഴിക്കുകയാണ്. ശരിക്കും സാധാരണ വൈറ്റമിൻസ് നമ്മൾ ഇതിൽ കിട്ടും. നമ്മൾ പലപ്പോഴും ഈ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ജൈവ പ്രധാനപ്പെട്ട തന്മാത്രകൾ, ഇപ്പൊ ബയോളജിക്കൽ ആക്റ്റീവ് മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസിനെ നിർവീര്യമാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മളെ ശീലങ്ങളിൽ വന്ന് നമ്മളെ ഭക്ഷണത്തിൽ ഉണ്ടാവാം, നമ്മൾ ശ്വസിക്കുന്ന എയറിൽ ഉണ്ടാവാം, വെള്ളം വഴി കിട്ടാം. ഇതിനൊക്കെ നിർവീര്യമാക്കണേ നമുക്ക് ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻ വേണം. എന്ന് വെച്ചാൽ ബീറ്റാ കരോട്ടീൻ, വൈറ്റമിൻ ഇ, സിങ്ക്, സെലീനിയം, ലൈക്കോപ്പിൻ, വൈറ്റമിൻ ഇ, ഇത്ര സംഭവങ്ങൾ. അത് വൈറ്റമിൻ ഇ, ബീറ്റാ കരോട്ടീൻ, അത് വൈറ്റമിൻ എ പകരം ബീറ്റാ കരോട്ടീൻ, വൈറ്റമിൻ സി, പിന്നെ സിങ്ക്, സെലീനിയം, ലൈക്കോപ്പിൻ, ഈ 6 ഇത് കിട്ടാനുള്ള സംഭവങ്ങൾ മാർക്കറ്റ് ഉണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും നല്ല സമയം ഇത് അധികം പാകം ചെയ്യാത്ത പച്ചക്കറികളിൽ യഥേഷ്ടം ലഭിക്കുന്നതാണ് ഇവയൊക്കെ, പച്ചക്കറികളിലും പഴങ്ങളിലും. പിന്നെ ഫിഷും
പ്രത്യേകിച്ച് മത്തി. അപ്പൊ നല്ലവണ്ണം അധികം വേവിക്കാത്ത പച്ചക്കറിയും പഴങ്ങളും നല്ലവണ്ണം നാടൻ മത്സ്യവും കഴിക്കുന്ന ഒരാൾക്ക് സാധാരണഗതിയിൽ ഈ ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല.